ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുരുമുളകൊക്കെ ഇട്ട് വെച്ചൊരു ചിക്കൻ കറിയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിലേക്ക് ആവശ്യമായത് ഒരു വലിയ സവാള, 4 വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു തക്കാളിയാണ് കേട്ടോ. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുക്കാം. പിന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി രണ്ട് കഷ്ണം പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പൂവും ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വേണ്ട ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ കളറായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു ചെറിയ ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ കഷ്ണം മാഗി ക്യൂബിൻ്റെ ഒരു കഷ്ണം കൂടി ചേർക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി, ഒരു നിർബന്ധം. ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് ഉടയണം കേട്ടോ. അതുവരെ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഇനി മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 സ്പൂണ് കുരുമുളക് പൊടിയും 2 സ്പൂണ് ചിക്കൻ മസാലയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ട ചിക്കനും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മളിത് നന്നായിട്ട് ഇവിടെ വഴറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കരിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം കൂടി ചേർക്കുക. ഞാൻ 2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം, ചിക്കനൊക്കെ വെന്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇതുള്ളവർ ഇതെടുക്കുക, അല്ലാത്തവർ തേങ്ങാൻ്റെ പാല് പിഴിഞ്ഞെടുക്കാം. ഇത് ഞാൻ 3 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത്. ഇതിലേക്ക് ചെറു ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മൾ ഇനി തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ കുറേ നേരം നമ്മളിത് തിളപ്പിച്ചെടുക്കരുത് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക്